ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എജ്യുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 1ാം ക്ലാസ്സിലെ ഗണിതത്തിലെ ആദ്യ യൂണിറ്റായി തിത്തിരിക്കിളിയും ചങ്ങാതിമാരും എന്ന പാഠമാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മക്കളവിടെ ഒരു ചിത്രം കണ്ടില്ലേ? ആ ചിത്രത്തിന് താഴെയായി ചിത്രം നോക്കി പറയാം എന്നും എഴുതിയിട്ടുണ്ട്. മക്കളവിടെ എന്തൊക്കെയാണ് കാണുന്നത്? ഒരു അച്ഛനുണ്ടല്ലേ. അച്ഛൻ മണ്ണ് കിളക്കുകയാണ്. അതുപോലെ തന്നെ 3 കുട്ടികളുണ്ട്. കുട്ടികളുടെ കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളുമുണ്ട്. അതുപോലെ ഒരു മരത്തിന്റെ മുകളിലായി ഒരു പൂച്ചക്കുട്ടിയും താഴെയായിട്ട് ഒരു പട്ടിക്കുട്ടിയും ഉണ്ട് അല്ലേ? അപ്പൊ മക്കളെ, നമ്മുടെ പാഠത്തിന്റെ പേരെന്താണ്? തിത്തിരിക്കിളിയും ചങ്ങാതിമാരും അല്ലേ? മക്കൾ അവിടെ ഒരു ചിത്രം കണ്ടില്ലേ? എന്തൊക്കെയുണ്ട് ചിത്രത്തിൽ? 2 പെൺകുട്ടികളുണ്ടല്ലേ. ഒരു പെൺകുട്ടിക്ക് നീണ്ട മുടിയാണ്, മറ്റൊരു പെൺകുട്ടിക്കോ നീളം കുറഞ്ഞ മുടിയാണല്ലേ. അവിടെ നോക്കൂ, അകലെയായിട്ടൊരു വീടുമുണ്ട്, അടുത്തായിട്ടൊരു വീടുമുണ്ട്. അടുത്തായിട്ടുള്ള വീട്ടിൽ നോക്കൂ, ഒരു കുട്ടി വീടിനകത്തും ഒരു കുട്ടി വീടിന് പുറത്തും അല്ലേ. പിന്നെന്തൊക്കെയാ കാണുന്നുണ്ട്? ഒരു വലിയ പന്തുമുണ്ട്, ഒരു ചെറിയ പന്തുമുണ്ട്. പിന്നെയോ ഒരമ്മ മുറ്റമടിക്കുന്നുണ്ടല്ലേ. അമ്മയുടെ പിന്നിലായി ഒരു പെൺകുട്ടിയും ഉണ്ട്. ഇനി നോക്കൂ മക്കളെ, അടുത്ത പ്രവർത്തനം എന്താണ്? അവിടെ 2 വീടുകൾ കാണുന്നുണ്ട്. പിന്നെ നോക്കൂ, ഒരു അച്ഛനും അമ്മയും മാങ്ങ പറിക്കുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ അവരുടെ മുമ്പിലായിട്ടൊരു പെൺകുട്ടി പുസ്തകങ്ങൾ കൈ പിടിച്ച് നിൽക്കുന്നുമുണ്ട്. നോക്കൂ, അതെന്താ എഴുതിയിട്ടുള്ളത്? നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ഉയരം കൂടിയ വീടിന് റോസ് നിറവും ഉയരം കുറഞ്ഞ വീടിന് മഞ്ഞ നിറവും കൊടുക്കും. മക്കൾ അവിടെ 2 വീടുകൾ കണ്ടില്ലേ? അതിലേതാണ് ഉയരം കൂടിയ വീട്? അതെ, വെരി ഗുഡ്. അതാണ് ഉയരം കൂടിയ വീട്. ഉയരം കൂടിയ വീടിന് നമ്മളോട് റോസ് നിറം നൽകാനാണ് പറഞ്ഞത്. മക്കൾ അതിന് നല്ല ഭംഗിയുള്ള റോസ് നിറം നൽകി വീട് മനോഹരമാക്കണം. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു വീടുണ്ടല്ലേ. ആ വീട് എങ്ങനെയുള്ള വീടാണ്? അതെ, ഉയരം കുറഞ്ഞ വീടാണല്ലേ. ഉയരം കുറഞ്ഞ വീടിന് നമ്മളോട് മഞ്ഞ നിറം നൽകി മനോഹരമാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ മക്കൾ നല്ല മിടുക്കരായി ഉയരം കുറഞ്ഞ വീടിന് മഞ്ഞ നിറവും ഉയരം കൂടിയ വീടിന് റോസ് നിറവും നൽകി വീടുകൾ മനോഹരമാക്കണം. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. മീനുവിൻ്റെ കയ്യിലെ കനം കൂടിയ പുസ്തകത്തിന് ചുവപ്പ് നിറവും കനം കുറഞ്ഞതിന് നീല നിറവും കൊടുക്കും. നിങ്ങളവിടെ മീനുവിനെ കാണുന്നുണ്ടോ? ഉണ്ടല്ലേ. നല്ല ഭംഗിയുള്ളൊരു സുന്ദരി കുട്ടിയുണ്ടല്ലേ. അവളുടെ പേരാണ് മീനു. അവളുടെ കയ്യിൽ 2 പുസ്തകമുണ്ടല്ലേ. ഒന്ന് നോക്കൂ, നല്ല കട്ടിയുള്ള നല്ല കനം കൂടിയ പുസ്തകമാണ്. മറ്റൊന്ന് നോക്കൂ, അത് അത്ര കട്ടിയില്ലല്ലേ. അപ്പോൾ എന്താണ് മക്കളെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? മീനുവിൻ്റെ കയ്യിലെ കനം കൂടിയ പുസ്തകത്തിന് ചുവപ്പ് നിറവും കനം കുറഞ്ഞതിന് നീല നിറവും കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. മീനുവിൻ്റെ കയ്യിലെ കനം കൂടിയ പുസ്തകം ഏതാണ്? അതെ, ഇതാണല്ലേ. അതിന് നമ്മൾ ചുവപ്പ് നിറം നൽകണം. അതുപോലെ തന്നെ കനം കുറഞ്ഞ പുസ്തകം ഏതാണ്? താഴെയുള്ള പുസ്തകമാണ് കനം കുറഞ്ഞത് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ നീല നിറവും നൽകണം. ഇനി അടുത്ത പ്രവർത്തനം എന്താ നോക്കൂ. നീളം കൂടിയ കമ്പ് പിടിച്ച ആളുടെ വസ്ത്രത്തിന് ഓറഞ്ച് നിറവും നീളം കുറഞ്ഞ കമ്പ് പിടിച്ച ആളുടെ വസ്ത്രത്തിന് വയലറ്റ് നിറവും കൊടുക്കാനാണ് പറയുന്നത്. മക്കൾ അവിടെ 2 ആളുകളെ കണ്ടില്ലേ? അവരുടെ കയ്യിൽ 2 കമ്പുകളുമുണ്ടല്ലേ. ഒരാളുടെ കയ്യിൽ നീളം കൂടിയ കമ്പുമുണ്ട്, മറ്റേയാളുടെ കയ്യിൽ നീളം കുറഞ്ഞ കമ്പുമുണ്ട്. നീളം കൂടിയ കമ്പുള്ള ആള് ആരാണ്? ചേട്ടന്റെ കയ്യിലാണല്ലേ. അയാൾക്ക് നിങ്ങൾ ഓറഞ്ച് നിറമുള്ള വസ്ത്രം നൽകണം. ഓക്കെ. നീളം കുറഞ്ഞ കമ്പുള്ളതോ? ചേച്ചിയുടെ കയ്യിലാണല്ലേ. ചേച്ചിയുടെ സാരിക്ക് മക്കൾ വയലറ്റ് നിറവും നൽകണം. ഇനി എന്താ മക്കളെ, അവിടെ മക്കൾ ചിത്രം കണ്ടോ? എന്താണ് കാണുന്നത്? ഒരു വീടുണ്ട്, 2 മരങ്ങളും ഉണ്ടല്ലേ. അതിന് തൊട്ടടുത്തായിട്ട് നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. നമുക്കത് വായിച്ചു നോക്കിയാലോ. വീട്ടിൽ നിന്ന് അകലെയുള്ള മരത്തിന്റെ ഇലകൾക്ക് മഞ്ഞ നിറവും മരത്തടിക്ക് കറുപ്പ് നിറവും കൊടുക്കൂ. അടുത്തുള്ള മരത്തിന്റെ ഇലകൾക്ക് പച്ച നിറവും മരത്തടിക്ക് തവിട്ട് നിറവും കൊടുക്കൂ. വീടിനും നിറം കൊടുക്കുമല്ലോ. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? വീടിന് അടുത്തുള്ള മരത്തിന് ഏത് നിറമാ കൊടുക്കേണ്ടത്? ഇലകൾക്ക് പച്ച നിറവും മരത്തടിക്ക് തവിട്ട് നിറവും അല്ലേ. അതുപോലെ തന്നെ വീടിൽ നിന്ന് അകലെയുള്ള മരത്തിനോ ഇലകൾക്ക് മഞ്ഞ നിറവും മരത്തടിക്ക്
കറുപ്പ് നിറം കൊടുക്കാനാണ് പറയുന്നത്. വീടിനും നിറം നൽകി മക്കൾ ചിത്രം മനോഹരമാക്കണം. മക്കൾ അവിടെ 2 ആടുകളെ കണ്ടില്ലേ? ഒരു തള്ളാടുണ്ട്, ഒരു കുഞ്ഞാടുണ്ട് അല്ലേ? അവിടെ എന്താ എഴുതിയിട്ടുള്ളത്? വലിയ ആടിന് തവിട്ട് നിറവും ചെറിയ ആടിന് കറുപ്പ് നിറവും കൊടുക്കും. മക്കളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ആടുകൾക്ക് 2 പേർക്കും നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതും വലിയ ആടിന് തവിട്ട് നിറവും അതുപോലെ ചെറിയ ആടിന് കറുപ്പ് നിറവും. ഏതാ മക്കളെ വലിയ ആട്? അതെ, അതാണല്ലേ വലിയ ആട്. വലിയ ആടിന് മക്കൾ തവിട്ട് നിറം നൽകണം. അതുപോലെ തന്നെ ചെറിയ ആട് ഏതാ? അതെ, അതാണല്ലേ ചെറിയ ആട്. ചെറിയ ആടിന് നമ്മൾ കറുപ്പ് നിറവും നൽകണം. ഓക്കെ, ഇനി എന്താ നോക്കൂ. മിലന്റെ കയ്യിലുള്ളതിൽ ഭാരം കൂടിയതിന് പച്ച നിറവും ഭാരം കുറഞ്ഞതിന് ചുവപ്പ് നിറവും കൊടുക്കും. മക്കൾ അവിടെ മിലനെ കണ്ടില്ലേ? മിലന്റെ കയ്യിൽ എന്തൊക്കെയാ ഉള്ളത്? 2 കയ്യിൽ 2 വ്യത്യസ്ത സാധനങ്ങൾ ഉണ്ടല്ലേ? ഒരു കയ്യിൽ ചക്കയും മറ്റൊരു കയ്യിൽ ബലൂണുമാണ് ഉള്ളത്. ഇതിലേതാണ് മക്കളെ ഭാരം കൂടിയത്? ചക്കയ്ക്കാണോ ബലൂണിനാണോ? ചക്കയ്ക്കാണല്ലേ. ചക്കയ്ക്ക് മക്കൾ പച്ച നിറം നൽകണം. അതുപോലെ ഭാരം കുറഞ്ഞത് ഏതാ? ബലൂണ് അല്ലേ? ബലൂണിന് മക്കൾ ചുവപ്പ് നിറവും നൽകണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ഒരു കൊക്കിന്റെയും കുറുക്കന്റെയും രസകരമായ കഥയാണ് കേട്ടോ. ആ കഥയും കഥയുടെ കൂടെയുള്ള തുടർ പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇന്നടുത്ത ക്ലാസ് എല്ലാ മക്കൾക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അടുത്ത ക്ലാസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി, മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്